സൈക്കിൾ ചവിട്ടി പോരാ എത്ര റിസ്ക് ഇല്ല കേട്ടോ. സത്യം ഞാനിപ്പോ അതേ പറഞ്ഞേ സൈക്കിൾ. താങ്ക് യു. കണ്ട നമ്മൾ ഡൽഹി എയർപോർട്ടിന്റെ ടെർമിനൽ 3 എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അറിയോ, ബസ്സിൽ പോരുന്ന പോലെ എത്ര ദൂരാ നമ്മളിങ്ങനെ പോകുന്നത്. പറപ്പ എങ്ങനെയുണ്ട് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട്? സെറ്റാണല്ലേ? ഇവിടെ കറങ്ങണ ഒരു സാധനമൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ ഉണ്ടല്ലോ നമ്മളിപ്പോ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അടിപൊളി എയർപോർട്ട് കിട്ടും, സൂപ്പറാണ് ശരിക്കും. ഈ ഒരു എയർപോർട്ടിൽ ഒരുപാട് ദൂരം നമുക്ക് ബസ്സിൽ പോകണം, അതിൽ ഫ്ലൈറ്റിൽ തന്നെ പോരാൻ പറ്റി. ഒരുപാട് ഫ്ലൈറ്റുകൾ പൊങ്ങുന്നു, താങ്ങുന്നു, ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാണ്. ഹായ് പരപ്പനതാ വെള്ളം കുടിക്കുന്നു. ഉണ്ടല്ലോ ഇവിടെ ഒരു വെറൈറ്റി സാധനം ഉണ്ട്, പൈസ ഇട്ടാലും സാധനം കിട്ടും. ഇപ്പൊ നമ്മൾ 20 ഉറുപ്പിക ഇട്ടിരുന്നേ. ഇവിടെ അങ്ങനെ പൈസ വെക്കുന്നു, പൈസ അതിൻ്റെ ഉള്ളിൽ വലിച്ചു. സാധനം കാണിച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് സാധനമാണോ വേണ്ടിയത് അത് പറഞ്ഞു കൊടുക്കാം. ഏതാ കാണിച്ചു? ഏത് ട്രോപ്പിക്കാനാ? അതിന്റെ കോഡ് എത്രയാ? 307. അപ്പം 307 നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കും. ഓക്കെ അടിക്കുന്നു. ഓക്കെ അടി. പൈസ പോയില്ല മണ്ട. ഫസ്റ്റ് ആദ്യം നമ്മൾ പൈസ ഇടുക. പൈസ പോയി. എന്താ പൈസ പോലും എടുക്കൂല കേട്ടോ. മനസ്സിലായില്ല. ആ പൈസ ഇനി പുതിയ നോട്ടായിട്ട് അവർക്ക് അറിയില്ല തോന്നുന്നു. ഈ പൈസ അവർക്ക് മാണ്ട ഗേസ്. അപ്പം നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുക എന്ന നമ്മുടെ പ്രയത്നം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു ഗേസ്. ഒന്നിട്ടൊക്കെ ആ പൈസ കണ്ടോ ഇങ്ങോട്ട് വരികയാണ്. ഇല്ല, പൈസ പറ്റൂല. അപ്പൊ നമ്മൾ ആ പ്രയത്നം ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് ശാന്ത സാധനം ഒന്ന് കിട്ടീനേതായാലും നേരത്തെ നമുക്കൊന്ന് കിട്ടീന. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചതാ വിചാരിച്ചത് നമ്മള്. സാരില്ല. കൊറേ ദിവസത്തിന് മാസ്ക് ഇട്ടിടുന്ന ഒരു ചായ ഇടങ്ങ്. ഇവിടെ എളുപ്പപ്പണിക്ക് ഇതിൽ കൂടെ പോണ ഒരു ഇതിൽ കയറിയതാട്ടോ. ഇത് നടന്നു പോണ ആൾക്കാർ ഇതിൽ വലിയ സ്പീഡ് പോകുന്നു. എനിക്ക് തോന്നുന്ന തീരെ വെച്ചാത്ത ആൾക്കാരില്ലേ, പ്രായമുള്ള ആൾക്കാരും അവർക്കൊക്കെ പോകാൻ ഉണ്ടാക്കിയതാ തോന്നുന്നു. നമുക്ക് പിന്നെ ഇവിടെ 2 മണിക്കൂറല്ലേ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഇന്നേ കഴിഞ്ഞു. മണിയിലേ പോണാട്ടില് സ്പീഡില് എന്താ അതില് പോണാട്ടില് സ്പീഡിൽ നടക്കാം. അപ്പൊ ഈ ലഗേജോ ആണോ?
അത് തൂക്കി പിടിച്ച് നടക്കാൻ കഴിയണ്ടേ? ഏതായാലും ഇവിടെ ജാക്കറ്റ് ഇടാതെ നടക്കാൻ കഴിയണ്ട, അതിന് വലിയ കിട്ടല്ല. പറയാണ്ട് അവിടെ 2 ഷോക്സ് ഇടാതെ നടക്കാൻ കഴിയണ്ട. വിമാനത്തിൽ കയറിയപ്പോ തന്നെ ജാക്കറ്റൊക്കെ ഊരുന്നു. ഇതാണോ എയർപോർട്ട്? ആയിരിക്കും. ഇറ്റ്സ് എ ഹാട്രിക്. ഡൽഹി എയർപോർട്ട് ഈസ് പ്രൊഡക്റ്റ് ടു ബി ദ റേറ്റഡ് ദ ബെസ്റ്റ് എയർപോർട്ട് ഇൻ ഏഷ്യ പസഫിക് ഇൻ ദ കാറ്റഗറി ഓഫ് 40 million passengers. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ കോളേജിൻ്റെ പേരെന്തേനി? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. 2 ഇന്ദിരാഗാന്ധി. ഇത് കടക്കാനുള്ള ഇവിടെ കടക്കാനൊക്കെ സ്ഥലമുണ്ടോ? പക്ഷെ നമുക്ക് സമയമല്ല കടക്കാൻ. സ്ഥലം. ഇവിടെ നമ്മളെ ബോർഡിങ് ടൈമൊക്കെ എപ്പോഴോ ആയിന്. ആണോ? ആ എന്നാ അത് കൂടി നീ ഞാനായില്ല. അപ്പൊ എനിക്കൊരു സൈക്കിളും കൂടി തലവെക്കാണ്ടെങ്കിലോ? നല്ല രസമുണ്ടായി. ബാംഗ്ലൂർ ഇറങ്ങിട്ട് ഞാൻ ഓടിയും കൊണ്ട് നടക്കണ്ടേ? ട്രോളി ഉണ്ടാവും ഇവിടെ. ട്രോളി യൂസ് ചെയ്യാനില്ല. ആ ഇത് ചാർജ് ചെയ്യുന്ന സ്ഥലം. അടിപൊളി എയർപോർട്ട് അല്ലേ? ഈ എയർപോർട്ട് കണ്ടാലൊരു ചൊക്കുണ്ട്. ഇവിടെ ഇനി ബസ് പോണ മാതിരി വിമാനം വന്നു പോണേ. കിട്ടുവോ കുറച്ച് തരാൻ? എന്ത്? ആ ഫ്ലൈറ്റ് കയറുമ്പോൾ അത് ഒന്നായിട്ടാണല്ലോ. ഇന്നിപ്പോൾ നമ്മളെ 2ാമത്തെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അത് നേരെ ഡൽഹി ടു ബാംഗ്ലൂരാണ്. ഡൽഹി എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി എയർപോർട്ടാണ്. പരപ്പതാ ചൊറുക്കായിക്കൊണ്ടിരിക്കുന്നു. ജാക്കറ്റൊന്നും തിരുമ്പല്ല വരപ്പ നാട്ടിലെത്തിയിട്ട് പോലെന്നാ. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി. ഇനി ഇതാ ബാംഗ്ലൂരിലെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. സമയം എത്ര പെട്ടെന്നല്ലേ, ടപ്പി ഇവിടെ ഇപ്പം എത്തിയിട്ടുള്ളൂ. 2 മണിക്കൂർ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. വെറുതെയാ എത്ര പെട്ടെന്നാ സമയം പോയേ. എനിക്കറിയില്ല, വിമാനം എനിക്ക് ഇഷ്ടായില്ല. നമ്മളെ സൈക്കിള് കയറ്റിയാവോ? ഇവിടെ ഒക്കെയാണ് എത്രങ്ങാനും ഫ്ലൈറ്റ് ആണെന്നറിയോ, അങ്ങനെ നിർത്തിയിട്ടേക്കാം. ഇരുട്ടായി. കൊണ്ടാ പോണ പൈലറ്റ്. ഇവിടെ എയറോ ബ്രിഡ്ജ് ആട്ടോ വിമാനത്തേക്ക് കയറാൻ. നേരത്തെ നമ്മൾ സ്റ്റെപ്പ് വരെയൊക്കെ അല്ലേനോ, ഇവിടെ നേരെ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറാം. വെയിറ്റ് ഉണ്ടോ? നമുക്ക് ലാസ്റ്റ് കയറാം. താങ്ക് യു. Requesting all the passengers to kindly cover their nose and mouth with a face mask properly. Refusal for the same is a punishable offence and subject to strict action. Thank you. നമ്മളിതാ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിലേക്ക് വെക്കുന്നു. ഇത് മറ്റേ എയർപോർട്ടിനെ പോലെ അല്ല കേട്ടോ. नमस्कार, इंडिगो की उड़ान संख्या 6286 में आपका स्वागत है। बेंगलुरु तक की दूरी
2 घंटे और 20 मिनटों में पूरी की जाएगी। इस उड़ान के मुख्य विमानी कप्तान हिमांशु हैं, सह कप्तान गुरबाज सिंह हैं। हमारे आज के विमान कर्मीदल महक, प्रियंका, तनिष, तन्वी और मैं किरणप्रीत आपके मुख्य कर्मीदल हूँ। उड़ान के कर्मीदल हिंदी और अंग्रेजी बोल सकते हैं। हमें बेहद खुशी है आप हमारे साथ यात्रा कर रहे हैं। यदि उड़ान के दौरान आपको एयर सिकनेस की आवश्यकता हो तो कृपया निकटतम विमान कर्मीदल से अभी संपर्क करें। धन्यवाद। Ladies and gentlemen, boys and girls, good evening. We welcome you on flight 63286. We will take ഇപ്പോൾ നമ്മൾ സേഫായിട്ട് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നാട്ടിലേക്ക് ബസ് തരുന്നിട്ട് ഒരു ബസ്സും ഇല്ല, കാരണം ഇന്ന് വീക്കെൻഡാണ്. സോ ബസ്സസ് അവൈലബിൾ അല്ല. നമുക്ക് ചെക്ക് ചെയ്യാം, നോക്കാം. നമുക്ക് പരപ്പം നമ്മളെ വലിയൊരു പെട്ടി എവിടെ വരുന്നത് നോക്കാം അല്ലേ. 5 വരുന്നാണ് പറഞ്ഞത്. നമ്മളെ ബോക്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഡൽഹി എത്തിയിട്ട് നമ്മൾ ബസ് ബുക്ക് വിചാരിച്ചു. നോക്കിയപ്പം സീറ്റ് ഫുള്ളാണ്. ഇനി എന്താക്കും അറിഞ്ഞൂടാ. നമ്മളെ ബോക്സ് ഇവിടുന്ന് കാണുന്നുണ്ട്, പക്ഷെ ബോക്സ് വരുന്നില്ല. Excuse me, sir. Our baggage is visible from there. It's a cycle. It's a big one. Okay. Yes, sir. It will not fit in on the belt. Okay. In this it will not fit. It will get stuck. Okay, where we will get that? സൈക്കിൾ ഇതിമേൽ കൊള്ളൂലെന്ന് പറഞ്ഞത്. ഈ ലഗേജ് ഈ ബെൽറ്റ് മേൽ കൊള്ളൂലെന്ന് പറഞ്ഞത്. പരപ്പം നല്ലൊരു വണ്ടി എടുത്തു വാ. ഒക്കെ അങ്ങനെ തന്നെ. ഇതപ്പോ നമ്മളെടുത്തീനിയത് ബാക്ക് കുറിലാം ചെറിയ പാടാ, അല്ലാത്തല്ല. ഒന്നിക്കൂടെ അങ്ങോട്ട് അങ്ങോട്ടോ. VIP-കൾക്ക് വേറെ വഴി കൂടി ബോക്സ് അതിൽ കൊള്ളൂല. അത്ര പാവണ്ട്. ഞാൻ വിളിച്ചോട്ടൊന്നുമല്ല വരുന്നത്. അപ്പോൾ ഇതാ ഓവർ സൈസ്ഡ് ബാഗേജസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പം ഇവിടുന്ന് ഇരിക്കും നമുക്ക് കിട്ടാം. ഓവർ സൈസ്ഡ് ബാഗേജസ്. നമ്മളെ ലഗേജ്. സൈക്കിൾ കിട്ടാതെ പോലല്ലോ എയർപോർട്ടിന്. അല്ല പിന്നെ സൈക്കിൾ എന്തെങ്കിലും ഞാൻ ഇവിടെ കുത്തിർക്കും. എനിക്ക് 3 നേരം തിന്നാലോ ഇവിടെ കൊണ്ടുവന്നിരുന്നു. സത്യം. നാട്ടിൽ പോയിട്ട് 3 മാസമായി. തിന്നണ കണ്ടുപോലെ പേടിച്ചാളും. करते ना अच्छा. यस. क्या है? साइकिल है सर. साइकिल. हाँ. दो साइकिल. यस. सभा के लिए क्या? हम लेफ्ट से आ रहा था. दोनों रास्ता बंद किया था इसके वजह से. कहाँ से आ रहे? ले लद्दाख. साइकिल से आ जाते हैं? हाँ साइकिल से गया था. 100 दिन लगा. साइकिल से गए यहाँ से? हाँ केरला से. मैं तो मजाक कर रहा था. हाँ सीरियसली बोल रही है? सीरियस है. ले तक 100 केरला टू ले. यस. बीच में खाते पीते सब. हाँ वही है. താങ്ക് യു. वेलकम. കണ്ട ഇത് പിടിച്ചാ. എനിക്ക് ഇത് പിടിച്ചാ.
അങ്ങനെ അവസാനം നമ്മുടെ സാധനം ഇതാ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നു ഗായ്സ്. ഈ വണ്ടി ചെരിഞ്ഞാൽ പൊന്നു മോനെ, ഒരു വണ്ടിയല്ല ചെരിയ, 3 വണ്ടി ഒപ്പാ ചെരിയ. സ്പീഡായി പോയി. ഈ കായില്ലാത്തൊരു ഇറച്ചിക്കാത്തിക്കണ മാതിരിയായല്ലോ ഷാനിക്ക നമ്മളെ അവസ്ഥ. ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്നോ എന്താക്കണമെന്നോ. ആദ്യം മനസ്സറിഞ്ഞ് പോയി നാട്ടിൽ എന്തെങ്കിലും ഫുഡായി നാട്ടിലെത്തണ്ട, ഇവിടേക്ക് എത്തിയെങ്കിലും. സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, സൈക്കിള് ചവിട്ടി പോരാ എത്ര റിസ്ക് ഇല്ല കേട്ടോ. സത്യം, ഞാനിപ്പോ അതേ പറഞ്ഞേ, സൈക്കിള് ചവിട്ടി പോരാൻ ഞങ്ങൾ ഇത്ര വലിയ ഇടുന്നറായിരിക്കും. ഇതൊന്ന് പാക്കാക്കി കിട്ടാനോ, പാക്കാക്കി കിട്ടാനോ, ഈ സാധനം പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടാനും എല്ലാവരും ഇത് വലിപ്പം കൂടുതലാണ് അല്ലേ. സൈക്കിൾ നമുക്ക് പ്ലെയിനിൽ കൊണ്ടുവരണ്ടേ? നമുക്ക് പോയേക്കാം. അതാണോ പുറത്തേക്ക് അറിയില്ല. ആ അങ്ങോട്ട് നമ്മളെന്നെ തൊടുക്കാ പോവാന്നറിയാത്ത പോക്കാ. പോട്ടെ അങ്ങനെ ഞാൻ ഗൾഫിന്ന് വന്നേ. അല്ല, വാട്ടർ ബോട്ടിൽ എടുത്തു ചേച്ചി? അന്റെ വാട്ടർ ബോട്ടിലൂടെ ഫ്ലൈറ്റിൽ മറന്നു ചേച്ചി. പൊരിഞ്ഞ് സീരിയസ്ലി എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല. ഇല്ല പോര്, എന്നാ പോയി ചോദിച്ചു വാ. ചോദിച്ചോക്കിയാലോ? ആ ചെല്ല്, ആ ഫ്ലൈറ്റിൽ പോയി തെരഞ്ഞു വാ. നമ്മളെ കാത്ത് കാര്യമില്ലല്ലേ ഷാനിക്ക. എല്ലായിടത്തും പറയിപ്പിച്ചോണ്ടാണ് ഇതിൽ കൂടെ കൊള്ളൂലേ. ഒന്നെങ്കിൽ വാതിൽ കുത്തി പൊട്ടിച്ചണോ, എവിടെ ചെന്നാലും ഇങ്ങനെ. ഇവിടെയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി. തിരിച്ചെന്നെ കയറ്റേണ്ടി വരും. ബാ, ഓ മൈ ഗോഡ്. എന്താ ചെയ്യാ, നമ്മളെ സൈക്കിൾ വാതിൽ കൂടി പോരില്ല. ആണ്. അങ്ങനെ അതിയായ പരിശ്രമത്തിനൊടുവിൽ സാധനങ്ങളൊക്കെ ഇറക്കിയായിട്ട് ഞങ്ങളിത് എയർപോർട്ടിന് പുറത്തെത്തിയിരിക്കുന്നു ഗൈസ്. ഇതും വലിയ എയർപോർട്ടാട്ടോ അല്ലേ? അത്യാവശ്യം വലിയ എയർപോർട്ട്, നല്ല ചൊറുക്കുണ്ട് കാണാൻ. നമ്മൾ SD കാർഡ് ഫുള്ളാണ് മനെ. ഇതിപ്പോൾ ഓഫാവും. ഒരു 30 മിനിറ്റും കൂടി ഇതിഞ്ഞ് കിട്ടുള്ളൂ. ഹാപ്പി ദീപാവലി. എയർപോർട്ടിലെത്തിയപ്പോഴാണ് ദീപാവലിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞ്. ഈ എയർപോർട്ടിലൊക്കെ ഇനി വലിയ വാതിലും വലിയ സ്ഥലങ്ങളും ഉണ്ടാക്കണം അല്ലേ ഷാനിക്ക? നമ്മളെ സൈക്കിൾ കൂടി പോണില്ല. ഇനി എന്താ നമ്മൾ നോക്കണേ? എന്നാ നമുക്ക് ബാംഗ്ലൂർക്ക് ബസ് കിട്ടുമോ നോക്കല്ലേ ഷാൻക? സോറി, മൈസൂർക്ക് ബസ് കിട്ടുമോ നോക്കല്ലേ? നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഫുള്ളാണ്. അവിടെ കുറെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. പോയോക്കല്ലേ? പോയോ? നമ്മളിതാ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നേരെ മൈസൂരിലേക്ക്. ശരിക്കും പറഞ്ഞൊരു മരിച്ച ദിവസം കേട്ടോ. ചത്തു പോയിട്ടുണ്ട്. രാവിലെ ആകെ അതന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. കഴിച്ചിട്ടില്ല. സോ ടയർഡായി. ഇനി മൈസൂർക്ക് എപ്പോഴാണ് എത്തുക അറിയില്ല. വല്ലാത്തൊരു ദിവസം, ടയറിങ് ഡേ. ശരിക്കും സൈക്ലിങ്ങിൽ നമ്മൾ ഈ 97 ദിവസത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെ കൊറേ കച്ചറയും ചീത്തയും ഇതുവരെ ഒരു തിരിച്ചിലാണ്. നമുക്കിത്
ഇത് നാട്ടിൽ എത്തുന്നില്ല, ഇത് മൈസൂർ വരെ എത്തുള്ളൂ. ഇനി മൈസൂരിൽ നിന്ന് നാട്ടിൽ എത്താനുള്ളത് പഠിച്ചവൻ അറിയാം എന്താ വരുന്നതെന്നുള്ളത്. കാരണം സെറ്റല്ലേ? പിന്നല്ല പാവന്റെ കുട്ടി കൊയങ്ങി പോയി. ഇന്ന് മൈക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങിയതേനി.